ഓം ശാന്തി. 25/12/69. ഇത് 69-ലെ അവസാനത്തെ മുരളിയാണ് ബാബ്ദാദ ഉച്ചരിച്ച്. നമുക്കെല്ലാവർക്കും അറിയാം, 69 ജനുവരി 18 നമ്മുടെ പ്രിയപ്പെട്ട ബാബ ദേഹം ചെയ്ത ദിവസമാണ്. അതിനുശേഷം ഉള്ള എല്ലാ മുരളികളും 69-ലത് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇത് ലാസ്റ്റ് മുരളിയാണ്, 25/12/69. മുരളിയുടെ സാരം: അനാസക്ത് ബന്നെ കെ ലിയെ തൻ ഔർ മൻ കോ അമാനത്ത് സമझो. അനാസക്തമാകുന്നതിന് വേണ്ടി ശരീരത്തെയും മനസ്സിനെയും ബാബ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന വസ്തുവായിട്ട് മനസ്സിലാക്കൂ. बाप दादा को कहाँ बुलाया है और किस लिए? ബാബ് ദാദായി എവിടെയാണ് വിളിച്ചിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? അഭി കഹാം ബൈഠേ ഹേ, ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? മധുബൻ മേ തോ ഹോ, ലേക്കിൻ മധുബൻ മേ ഭി കഹാം ബാപ്പ് ആയേ ഹേ. മധുബനിൽ തന്നെയാണ്, എന്നാൽ മധുബനിൽ തന്നെ എവിടെയാണ് ബാബ വന്നിരിക്കുന്നത്? ഫുൽവാരി മേ ബൈഠേ ഹോ യാ മഹഫിൽ മേ, പൂന്തോട്ടത്തിലിരിക്കുകയാണോ അതോ സദസ്സിലിരിക്കുകയാണോ? ബാപ് ദാദ റൂഹാനി റൂഹോं को देख रहे हैं और साथ साथ हर एक फूल से निकले हुए रूह की खुशबू भी ले रहे हैं. ബാബ ആത്മാക്കളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒപ്പം ഓരോ പുഷ്പത്തിൽ നിന്നും വന്നിട്ടുള്ള ആത്മാക്കളുടെ സുഗന്ധവും സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ബാബ ചോദിക്കുന്നത്, ബാബ ഇന്ന് എവിടെയാണ് വന്നിരിക്കുന്നത്? പൂന്തോട്ടത്തിലാണോ അതോ സദസ്സിലാണോ? മധുബനിലാണ് ഇരിക്കുന്നതെങ്കിലും മധുബനിൽ തന്നെ ബാബ പ്രത്യേകിച്ച് ഇന്ന് പൂന്തോട്ടത്തിൽ വന്നിരിക്കുകയാണ്. ഓരോ ആത്മീയ പുഷ്പങ്ങളെയും ബാബ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ പുഷ്പങ്ങളിൽ നിന്നും ആത്മീയ സുഗന്ധവും ബാബ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൈസെ വഹ് ലോഗ് ഫൂലോം സെ എസെൻസ് നിക്കാൽത്തേ ഹേ ഉൻകോ റൂഹ് കേത്തേ ഹേ. അവർ പുഷ്പങ്ങളിൽ നിന്നും എസെൻസ് എടുക്കുന്നുണ്ട്, അതിനെ അവർ റൂഹ് എന്നാണ് പറയുന്നത്. ഉൻകി ഖുശ്ബു ബഹുത് അച്ഛി ഓർ മീഠി ഹോത്തി ഹേ, അതിൻ്റെ സുഗന്ധം വളരെ നല്ലതും വളരെ മധുരവുമാണ്. പുഷ്പങ്ങളിൽ നിന്ന് എടുക്കുന്ന എസെൻസ്. तो यहाँ मधुबन में रहते भी आज रूहानी दुनिया का सैर कर रहे हैं. ഇന്നിവിടെ മധുബനിലിരുന്നു കൊണ്ടും ആത്മീയ ലോകത്തിൻ്റെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മധുബനിലിരുന്നു കൊണ്ടും ആത്മീയ ലോകത്തിൻ്റെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ബാബു പറയാണ്. ആപ് സഭി കോ ഭി रूहानी रूप में रह कर के हर कर्म करना है, तब सर्विस में व कर्म में रौनक आएंगे. നിങ്ങളും എല്ലാവരും ആത്മീയ രൂപത്തിലിരുന്ന് ഓരോ കർമ്മവും ചെയ്യണം. അപ്പോഴേ സേവനത്തിൽ അഥവാ കർമ്മത്തിൽ ഒരു ശോഭ അല്ലെങ്കിൽ വെളിച്ചം വരികയുള്ളൂ. അഭി നവീനത ചാഹത്തെ ഹോന്, ഇപ്പോൾ നവീനത ആഗ്രഹിക്കുന്നുണ്ടല്ലോ. വ ജൈസെ ചൽ രഹേ ഹേ ഉസ്മേ സന്തുഷ്ട ഹോ, അതോ എങ്ങനെയാണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ സന്തുഷ്ടരാണോ? നൈ രൗനക് തബ് ആയെങ്കി ജബ് ഹർ കർമ്മ മേ ഹർ സങ്കല്പ മേ വാണി മേ റൂഹാനിയത്ത് ഹോങ്കി. പുതിയൊരു ശോഭ അപ്പോഴേ വരികയുള്ളൂ എപ്പോഴാണോ ഓരോ കർമ്മത്തിലും ഓരോ സങ്കല്പത്തിലും ശബ്ദത്തിലും ആത്മീയത വരുന്നത്. റൂഹാനിയത്ത് കൈസെ ആയെങ്കിൽ, ആത്മീയത എങ്ങനെ വരും? ഇസ്കേ ലിയേ ക്യാ കർനാ ഹേ ജോ റൂഹാനിയത്ത് സദാ കായം രഹേ. ഇതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആത്മീയത സദാ നിലനിൽക്കുന്നതിന്. അപ്പം ബാബ ചോദിക്കുകയാണ്, ആത്മീയത അഥവാ നവീനത, ഒരു ശോഭ തിളക്കം സദാ നിലനിൽക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ക്യാ ബദൽനാ ഹേ, എന്തു മാറ്റമാണ് വരേണ്ടത്?
അവിടെ ഇരുന്നവർ ഓരോരുത്തരും പല പല കാര്യങ്ങൾ കേൾപ്പിച്ചു. യഹ് തോ ഹേ മുഖ്യ ബാത്തേം ജോ സബീ കോ പക്കി ഹി ഹേ. ഈ കേൾപ്പിച്ചതെല്ലാം മുഖ്യമായ കാര്യങ്ങൾ, അതെല്ലാവർക്കും പക്ക ആയിട്ടുള്ളതാണ്. പരന്തു റൂഹാനിയത്തിന് രഹനേക്കാ കാരൻ ക്യാ ഹേ. എന്നാൽ ആത്മീയത ഇല്ലാതാകുന്നതിൻ്റെ കാരണം എന്താണ്? വഫാദാർ ഫർമാൻ ബർദാർ ക്യോ നഹീ ബൻ പാത്തെ ഹേ. വിശ്വസ്തരും ആജ്ഞാകാരികളും എന്തുകൊണ്ടാണ് ആകാൻ കഴിയാത്തത്? അപ്പോൾ അവിടെ നിന്നൊരു ഉത്തരം പറഞ്ഞു, സംബന്ധക്കി കമി, സംബന്ധത്തിൻ്റെ കുറവാണ് എന്ന് പറഞ്ഞു. സംബന്ധമേ കമി ബി ക്യോം പഠിത്തി. സംബന്ധത്തിലും എന്തുകൊണ്ടാണ് കുറവ് വരുന്നത്? നിശ്ചയ ബുദ്ധി കാ തിലക് തോ സബീ കോ ലഗാ ഹുവാ ഹൈ. നിശ്ചയബുദ്ധിയുടെ തിലകം എല്ലാവർക്കും തൊട്ടിട്ടുണ്ട്. യഹ് പ്രശ്ന ഹേ കി റൂഹാനിയത്ത് സദാ കായം ക്യോ നഹീ രഹതി. ചോദ്യം ഇതാണ്, ആത്മീയത എന്തുകൊണ്ട് സദാ നിലനിൽക്കുന്നില്ല? रूहानियत कायम न रहने का कारण यह है कि अपने को और दूसरों को जिनके सर्विस के लिए हम निमित्त हों उन्हों को बाप दादा की अमानत समझकर चलना. ആത്മീയത നിലനിൽക്കാത്തതിൻ്റെ കാരണം സ്വയം തന്നെയും മറ്റുള്ളവരെയും, അതായത് ആരുടെ സേവനത്തിനാണോ ഞാൻ നിമിത്തമാകുന്നത് അവരെയും ബാപ്ദാദായുടെ അമാനത്താണ്, ബാപ്ദാദായുടെ സമ്പത്താണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ജിത്തന അപ്പനേക്കോ और दूसरों को അമാനത്ത് समझेंगे तो रूहानियत आएगी. എത്രമാത്രം സ്വയം തന്നെയും മറ്റുള്ളവരെയും അമാനത്ത് ബാബയുടെ പ്രോപ്പർട്ടിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ അത്രയും ആത്മീയത വരും. അമാനത്ത് ന സമജ്നെ സേ കുച്ച് കമി പടി ജാത്തി. അതായത് വിലപ്പെട്ട വസ്തു ബാബ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നതാണ്, അങ്ങനെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ കുറച്ച് കുറവുകളൊക്കെ വരുന്നു. मन में संकल्प जो करते हैं वह भी ऐसे समझ करके करे कि यह मन भी एक अमानत है. മനസ്സിൽ സങ്കല്പങ്ങൾ വരുമ്പോഴും അത് ഈ മനസ്സും ബാബ എനിക്ക് സൂക്ഷിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു അമൂല്യ വസ്തുവാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം തന്നിൽ സങ്കല്പങ്ങളും കൊണ്ടുവരാൻ. കാരണം എല്ലാം തന്നെ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന അമൂല്യ വസ്തുക്കളാണ്. ആ രീതിയിലേ അതിനെ കാണാൻ പാടുള്ളൂ എന്ന് ബാബ പറയുകയാണ്. അപ്പോഴേ ആത്മീയത വരികയുള്ളൂ. ഈ സമാനത്വമേ ഖ്യാനാത്ത് നഹി ഡാൽനി. ഈ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നതിൽ ഒരിക്കലും വഞ്ചന കാണിക്കരുത്. ദൂസരെ ശബ്ദോമേ ആ പൗരോं को ट्रस्टी कहकर समझते हो ना, समझाते हो ना. നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ട്രസ്റ്റിയാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുള്ളത്. उन्हों को ट्रस्टी कहते हो लेकिन अपने मन और तन को और जो कुछ भी निमित्त रूप में मिला है, चाहे जिज्ञासु है, सेंडर है, वस्तूल कोई भी वस्तु है, लेकिन अमानत मात्र है. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ട്രസ്റ്റി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ സ്വയം തൻ്റെ മനസ്സും അതേപോലെ ശരീരവും അതുപോലെ എന്തെല്ലാം നിമിത്ത രൂപത്തിൽ കിട്ടിയിട്ടുണ്ടോ, ഇനി അത് ജിജ്ഞാസു സ്റ്റുഡൻസ് ആവട്ടെ, സേവാ കേന്ദ്രമാകട്ടെ, സ്ഥൂലത്തിലുള്ള ഏതെങ്കിലും വസ്തു ആകട്ടെ, അതെല്ലാം തന്നെ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന വസ്തുക്കളാണ്. അമാനത്ത് സമझने से इतना ही अनासक्त होंगे बुद्धि नहीं जाएगी. ബാബ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന അമൂല്യ വസ്തുക്കളാണിതെല്ലാം എന്ന് മനസ്സിലാക്കുന്നതിലൂടെ അനാസക്ത ഭാവന അത്രയും വരും. ഈ പറയുന്ന ഒന്നിലേക്കും ബുദ്ധി പോവുകയില്ല.
അപ്പം ബാബ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ആത്മീയത വരാത്തതിൻ്റെ കാരണം സ്വയം തന്നെയും അതേപോലെ ആരുടെ സേവനത്തിന് വേണ്ടിയാണോ നമ്മൾ നിമിത്തമാകുന്നത് അവരെയും ബാബയുടെ സ്വത്ത്, അമൂല്യ സ്വത്ത് അല്ലെങ്കിൽ ബാബ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന അമൂല്യമായ വസ്തുവായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ബുദ്ധി ഒന്നിലും പോവുകയില്ല, അനാസക്ത ഭാവനയിലിരിക്കും. അതിന് സേവാ കേന്ദ്രമായിരുന്നാലും സ്റ്റുഡൻസ് ആയിരുന്നാലും സ്ഥൂലമായ വസ്തുക്കളായിരുന്നാലും എന്തുതന്നെയായിരുന്നാലും ബാബ തന്നിട്ടുള്ളതാണ് കുറച്ച് സമയത്തേക്ക് സൂക്ഷിക്കുന്നതിന് വേണ്ടി. ആ ഒരു ബോധത്തിലായിരിക്കണം നമ്മളിതിനെ കാണേണ്ടത്. അല്ല തൻ്റേതാണ് എന്നുള്ള ബോധത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ അത് ഒരു വഞ്ചനയായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്ന് ബാബ പറയുകയാണ്. അനാസക്ത് ഹോനെ സേ ഹി റൂഹാനിയത്ത് ആയെങ്കിൽ, അനാസക്തമായാൽ മാത്രമേ ആത്മീയത വരികയുള്ളൂ. ഇത്തനെ തക് അപ്പനേക്കോ ക്ഷമാപ്പർ മിഠാന ഹെ, ഇത്രയും വരെ സ്വയം തന്നെ പ്രകാശത്തിൻ്റെ മേൽ സ്വയം വീണു മരിക്കണം, സ്വയം ഇല്ലാതാകണം. അതായത് എൻ്റേതായിട്ടൊന്നുമില്ല, ഈ മനസ്സും ബാബയുടെ നിയമം അനുസരിച്ച് ബാബയുടെ ആജ്ഞ അനുസരിച്ച് മാത്രം എന്നിൽ സങ്കല്പം വരാൻ പാടുള്ളൂ. അത്രയും വീണു മരിക്കേണ്ട ശലഭങ്ങളാണ്. അതാണ് ബാബ കുട്ടികളെ ഓർമ്മിപ്പിക്കുന്നത്. മിഠാനാത്തോ ഹേ ലേക്കിൻ കഹാൻ തക്, സ്വയം എന്നുള്ളത് അവിടെ ഇല്ലാതാകേണ്ടതാണ്, എന്നാൽ അതെവിടം വരെ? യഹ് മേരെ സംസ്കാർ ഹേ, യഹ് മേരെ സംസ്കാർ ശബ്ദ് ഭി മിട്ട് ജായ്. ഇതെൻ്റെ സംസ്കാരം, ഈ എൻ്റെ എന്നുള്ള സംസ്കാരം ശബ്ദം, എൻ്റെ സംസ്കാരം ഈ ശബ്ദം തന്നെ ഇല്ലാതാവണം. മേരെ സംസ്കാർ ഫിർ കഹാൻ സെ ആയി, മേരെ സംസ്കാരോं के कारण ही यह बातें होती हैं. എൻ്റെ സംസ്കാരം എവിടെ നിന്ന് വന്നു? എൻ്റെ സംസ്കാരം കാരണം തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇത്തനെ തക് മിട്നാ ഹെ ജോ കി നേച്ചർ ഫി ബദൽ ജായ്. ഇത്രയും ഇല്ലാതാകണം, ഇത്രയും തന്നെ ഇല്ലാതാകണം, തൻ്റെ സ്വഭാവം തന്നെ മാറണം. जब हर एक की नेचर बदले तब आप लोगों के अव्यक्ति पिक्चേഴ്സ് बनेंगे. ഓരോരുത്തരുടെയും നേച്ചർ മാറുമ്പോഴേ നിങ്ങളുടെ അവ്യക്തമായിട്ടുള്ള പിക്ചർ ആകുകയുള്ളൂ, ആത്മാവിൻ്റെ പിക്ചർ വരികയുള്ളൂ, ആത്മാവിൻ്റെ സ്വഭാവ സംസ്കാരങ്ങൾ വരികയുള്ളൂ. സംഗമയുഗ് की संपूर्ण സ്റ്റേജ് की പിക്ചർ क्या है? സംഗമയുഗത്തിൻ്റെ സമ്പൂർണ്ണ സ്ഥിതിയുടെ പിക്ചർ ഏതാണ്? ഫരിസ്തേ മേ ക്യാ വിശേഷത ഹോത്തി ഹെ? ഫരിസ്തയിൽ എന്ത് വിശേഷതയാണുള്ളത്? ഇപ്പോൾ സംഗമയുഗത്തിലെ സമ്പൂർണ്ണ സ്റ്റേജാണല്ലോ ഫരിസ്ത എന്ന് പറയുന്നത്. ഇപ്പോൾ ബാബ ചോദിക്കുകയാണ് ഫരിസ്തയുടെ വിശേഷത എന്താണ്? ഏക് തോ ബിൽക്കുൽ ഹൽക്കാപ്പൻ ഹോത്ത ഹെ, ഒന്ന് പൂർണ്ണമായിട്ടും ലൈറ്റായിരിക്കും. हल्कापन होने के कारण जैसी भी परिस्थिति है वैसी अपनी स्थिति बना सकेंगे. അപ്പം ലൈറ്റാകുന്നത് കാരണം എങ്ങനെയുള്ള പരിതസ്ഥിതിയാണോ അതിനനുസരിച്ച് തൻ്റെ സ്ഥിതി ഉണ്ടാക്കാൻ കഴിയും. ലൈറ്റായിട്ടിരിക്കുന്നതുകൊണ്ട്, വളരെ ലാഘവത്തോടെ ഇരിക്കുന്നതുകൊണ്ട്, വളരെ ഭാരരഹിതമായിട്ടുള്ളതുകൊണ്ട് എങ്ങനെയുള്ള പരിതസ്ഥിതിയാണോ അതിനനുസരിച്ച് തൻ്റെ മനസ്സിൻ്റെ സ്ഥിതിയെ ഉണ്ടാക്കാൻ കഴിയും. जो भारी होते हैं वह कैसी भी परिस्थिति में अपने को सेट नहीं कर सकेंगे. ഭാരമുള്ളത്, ഭാരിച്ചതാണെങ്കിൽ അവർക്ക് എങ്ങനെയുള്ള പരിതസ്ഥിതിയിലും തൻ്റെ സ്ഥിതിയെ സെറ്റ് ചെയ്യാൻ കഴിയുകയില്ല. तो फरिश्तेपन की मुख्य विशेषता हुई कि वह सभी बातों में हल्के होंगे. അപ്പോൾ ഫരിസ്തയുടെ മുഖ്യ വിശേഷത ഇതാണ്, അവരെല്ലാ കാര്യങ്ങളിലും ലൈറ്റായിരിക്കും. संकल्पों में भी हल्के, वाणी में भी हल्के और कर्म करने में भी हल्के और संबंध में भी हल्के होंगे. അപ്പം ബാബു പറയാണ് എല്ലാ കാര്യങ്ങളിലും ഫരിസ്ത ഹൽക്ക ആയിരിക്കും. സങ്കല്പങ്ങളിലും ശബ്ദങ്ങളിലും കർമ്മം ചെയ്യുന്നതിലും സംബന്ധങ്ങളിലും എല്ലാം തന്നെ ലൈറ്റായിരിക്കും. इन 4 बातों में हल्कापन है तो फरिश्ते की अवस्था है.
ഈ 4 കാര്യങ്ങളിൽ ലൈറ്റ്നെസ് വരികയാണെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, ഫരിസ്തയുടെ അവസ്ഥയാണ്. അപ്പോൾ 4 കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി ഓർക്കാം. അതായത് ബാബ സങ്കല്പങ്ങളുടെ ലാഘവത്വം, അതേപോലെ ശബ്ദങ്ങളിലും കർമ്മത്തിലും സംബന്ധത്തിലും, ഈ 4 കാര്യങ്ങളിൽ ലൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നു, അനുഭവപ്പെടുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഫരിസ്താവസ്ഥയിലാണ്. अब देखना है कहाँ तक इन 4 बातों में हल्कापन है. ഈ 4 കാര്യങ്ങളിൽ എവിടം വരെ ലാഘവത്വം, ലൈറ്റ്നെസ് വന്നിട്ടുണ്ട് എന്ന് നോക്കണം. जो हल्के होंगे वे 1 सेकंड में कोई भी आत्मा के संस्कारों को परख सकेंगे. ആരാണോ ലൈറ്റായിട്ടുള്ളത് അവർക്ക് 1 സെക്കൻഡിൽ ഏത് ആത്മാവിൻ്റെയും സംസ്കാരത്തെ തിരിച്ചറിയാൻ കഴിയും. और जो भी परिस्थिति सामने आएगी उनको 1 സെക്കൻഡ് में निर्णय कर सकेंगे. അതുപോലെ ഏത് പരിതസ്ഥിതിയാണോ മുന്നിൽ വരുന്നത് 1 സെക്കൻഡിൽ തന്നെ ആ പരിസ്ഥിതിയെ നിർണ്ണയിക്കാനും കഴിയും. എങ്ങനെയുള്ള ചുറ്റുപാടാണ് എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് എന്ന് 1 സെക്കൻഡ് കൊണ്ട് തന്നെ തിരിച്ചറിയാൻ കഴിയും, അഥവാ തീരുമാനിക്കാൻ കഴിയും. ഇതാണ് ഫരിസ്തേപ്പൻ കി പറഖ്. ഫരിസ്തയാണോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം? അപ്പോൾ അതാണ് ബാബ ഇവിടെ കേൾപ്പിച്ചത്. അതായത് 1, ഏതെങ്കിലും ആത്മാവിൻ്റെ സംസ്കാരത്തെ സെക്കൻഡിൽ തന്നെ തിരിച്ചറിയാൻ കഴിയും. അതേപോലെ ഏതൊരു പരിതസ്ഥിതിയാണോ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് അതും 1 സെക്കൻഡിൽ നിർണ്ണയിക്കാൻ കഴിയും. അതാണ് ഫരിസ്തയുടെ തിരിച്ചറിവ്. ജബ് यह सभी गुण हर कर्म में प्रत्यक्ष दिखाई दे तो समझना अब संपूर्ण സ്റ്റേജ് നസ്ദീക് है. എപ്പോഴാണോ ഈ ഗുണങ്ങൾ ഓരോ കർമ്മത്തിലും പ്രത്യക്ഷ രൂപത്തിൽ കാണപ്പെടുന്നത് അപ്പോൾ മനസ്സിലാക്കണം ഇപ്പോഴെൻ്റെ സമ്പൂർണ്ണ സ്റ്റേജിനോട് ഞാൻ അടുക്കുകയാണ്. साकार रूप की संपूर्ण स्टेज किन बातों में नजर आती थी. അപ്പോൾ സാകാര രൂപത്തിൽ ബ്രഹ്മബാബയുടെ സമ്പൂർണ്ണ സ്ഥിതിയും ഏത് കാര്യങ്ങളിലൂടെയാണ് കാണപ്പെട്ടത്? മുഖ്യ ബാത്ത് തോ അപ്പനെ സമ്പൂർണ്ണ സ്റ്റേജിക്ക് ആപ്പേ ഹി പറക്ക് കന്നി ഹേ ഇൻ ബാത്തോം സെ. മുഖ്യമായിട്ടുള്ള കാര്യം തൻ്റെ സമ്പൂർണ്ണ സ്റ്റേജിൻ്റെ തിരിച്ചറിവ് സ്വയം തന്നെ അത് തിരിച്ചറിയണം ഈ കാര്യങ്ങളിലൂടെ. ഇസ് ഗ്രൂപ്പ് കാ മുഖ്യ ഗുണ കോൺസാ ഹെ. ഈ ഗ്രൂപ്പിൻ്റെ മുഖ്യ ഗുണം ഏതാണ്? വഹ് ഗ്രൂപ്പ് ഥ യജ്ഞസ്നേഹി और यह ഗ്രൂപ്പ് ഹെ യജ്ഞ സഹയോഗി. അപ്പം ബാബ പറഞ്ഞ ആ ഗ്രൂപ്പായിരുന്നു യജ്ഞസ്നേഹി, ഇപ്പോൾ ഈ ഇരിക്കുന്ന ഗ്രൂപ്പ് യജ്ഞ സഹയോഗിയാണ്. അപ്പം ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അതായത് മനസ്സ വാച കർമ്മണ അതുപോലെ സംബന്ധത്തിൽ നമ്മൾ എത്രമാത്രം ലൈറ്റാകുന്നു അതാണ് ഫരിസ്ത അവസ്ഥയുടെ തിരിച്ചറിവ്. അതുപോലെ തന്നെ തൻ്റെ തന്നെ സംസ്കാരത്തിൽ അഥവാ തൻ്റെ തന്നെ അവസ്ഥയിൽ അത്രയും ഉയർന്ന ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന ഏതൊരു ആത്മാവിൻ്റെയും സംസ്കാരത്തെ 1 സെക്കൻഡ് കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ ഏതൊരു സാഹചര്യം അല്ലെങ്കിൽ പരിതസ്ഥിതി നമ്മുടെ മുന്നിൽ വരുന്നുണ്ടോ അത്1 സെക്കൻഡിൽ തന്നെ നിർണ്ണയിക്കാനുള്ള കഴിവും നമുക്കുണ്ടാകും. അപ്പോൾ ഇതിലൂടെ നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഞാൻ എത്രമാത്രം ഫരിസ്ത അല്ലെങ്കിൽ സമ്പൂർണ്ണതയ്ക്ക് സമീപം എത്തിയിട്ടുണ്ട്. അത് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ബാബ നമ്മൾക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അതിനനുസരിച്ച് ചെക്ക് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. യജ്ഞ സഹയോഗമേ തോ സഭി പാസ്. യജ്ഞ സഹയോഗത്തിൽ എല്ലാവരും പാസ്സാണ്. ബാക്കി ക്യാ കർണ ഹെ, ബാക്കി എന്താണ് ചെയ്യേണ്ടത്? ഐസി भी स्थिति होगी जो किसके मन में जो संकल्प उठेगा वह आपके पास पहले ही पहुंच जाएगा. बोलने सुनने की आवश्यकता नहीं. അങ്ങനെയുള്ള സ്ഥിതിയും വരും. ആരുടെയെങ്കിലും മനസ്സിൽ ഏത് സങ്കല്പമാണോ ഉയരുന്നത് അത് നിങ്ങളുടെ അടുത്ത് നേരത്തെ തന്നെ എത്തും. പറയുകയോ കേൾക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള മനസ്സിൻ്റെ ഉയർന്ന അവസ്ഥ കുട്ടികൾക്ക് വരും എന്ന് ബാബ പറയുകയാണ്.
ഏതെങ്കിലും ഒരു സങ്കല്പം ഉയരുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. लेकिन यह तब होगा जब औरों के संकल्पों को रीड करने के लिए अपने സങ്കല്പവും के ऊपर ഫുൾ ബ്രേക്ക് होंगे. എന്നാൽ അതപ്പോഴേ നടക്കുകയുള്ളൂ എപ്പോഴാണോ മറ്റുള്ളവരുടെ സങ്കല്പത്തെ റീഡ് ചെയ്യുന്നതിന് വേണ്ടി തൻ്റെ സങ്കല്പത്തിൻ്റെ മേൽ പൂർണ്ണ നിയന്ത്രണം വരുന്നത്. തൻ്റെ സങ്കല്പങ്ങളുടെ മേൽ പൂർണ്ണമായിട്ടുള്ള ബ്രേക്ക് ഇടാൻ കഴിയുമ്പോൾ മറ്റുള്ളവരുടെ സങ്കല്പങ്ങളെ മനസ്സിലാക്കുന്നതിനുള്ള ശക്തി നമുക്ക് വരും എന്ന് ബാബ പറയാണ്. ബ്രേക്ക് പവർഫുൾ ഹോ, ബ്രേക്ക് വളരെ ശക്തിശാലിയായിരിക്കണം. अगर अपने संकल्पों को समेट न सकेंगे तो दूसरे के संकल्पों को समझ नहीं सकेंगे. തൻ്റെ തന്നെ സങ്കല്പങ്ങളെ പാക്കപ്പ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ, ഏകീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റുള്ളവരുടെ സങ്കല്പങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല. इसलिए सुनाया था कि संकल्पों का बिस्तरा बंद करते चलो. അപ്പം അതുകൊണ്ടാണ് ബാബ കേൾപ്പിച്ചത് സങ്കല്പങ്ങളുടെ ഈ കിടക്കയെ മടക്കി വയ്ക്കാൻ. അതായത് കിടക്ക ഇങ്ങനെ നമ്മൾ നിവർത്തിയിടുകയാണല്ലോ പതിവ്. അപ്പം ബാബ പറയാണ് സങ്കല്പങ്ങളുടെ ഈ കിടക്കയെ മടക്കി വയ്ക്കാൻ പഠിക്കൂ. അർത്ഥം അതിനെ ഏകീകരിക്കാൻ പഠിക്കൂ, ചിന്നിച്ചിതറാതിരിക്കാൻ പഠിക്കൂ എന്ന്. जितनी जितनी संकल्पों को समेटने की शक्ति होगी उतना उतना औरों के संकल्पों को समझने की भी शक्ति होगी. ഇപ്പം സങ്കല്പങ്ങളെ എത്രമാത്രം പാക്ക് ചെയ്യുന്നതിനുള്ള ശക്തി വരുന്നുണ്ടോ അത്രയും മറ്റുള്ളവരുടെ സങ്കല്പങ്ങളെ മനസ്സിലാക്കുന്നതിനുള്ള ശക്തിയും വരും. അപ്പം നമ്മുടെ സങ്കല്പങ്ങളെ എത്രമാത്രം നമുക്ക് പാക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നു, അതായത് ഏകീകരിക്കാൻ സാധിക്കുന്നു, അത്രയും മറ്റുള്ളവരുടെ സങ്കല്പങ്ങളെ മനസ്സിലാക്കുന്നതിനുള്ള ശക്തി നമുക്ക് വരും. अपने संकल्पों के विस्तार में जाने के कारण अपने को ही नहीं समझ सकते हो तो दूसरों को क्या समझेंगे. അപ്പോൾ തൻ്റെ തന്നെ സങ്കല്പങ്ങളുടെ വിസ്താരത്തിലേക്ക് പോകുന്നത് കാരണം സ്വയം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പിന്നെ മറ്റുള്ളവരെ എന്തു മനസ്സിലാക്കാനാണ്, എങ്ങനെ മറ്റുള്ളവരെ മനസ്സിലാക്കും എന്ന് ബാബ ചോദിക്കുകയാണ്. ഇസിലിയെ यह भी स्टेज नंबरवार पुरुषार्थ अनुसार आती रहेंगी. यह भी संपूर्ण സ്റ്റേജ് की परख है. അതുകൊണ്ട് ഈ ഒരു സ്റ്റേജും പുരുഷാർത്ഥത്തിൻ്റെ നമ്പർ അനുസരിച്ച് വന്നുകൊണ്ടേയിരിക്കും. ഇതും സമ്പൂർണ്ണ സ്റ്റേജിനെ തിരിച്ചറിയുന്നതിനുള്ള ഒരു അളവുകോലാണ്. എത്രമാത്രം ഞാൻ സമ്പൂർണ്ണമായി എന്നുള്ളത് മനസ്സിലാക്കുന്നതിനുള്ള ഒരു അളവ് കൂടിയാണ് ഈ ഒരവസ്ഥ. അതായത് തൻ്റെ സങ്കല്പങ്ങളെ ഏകീകരിക്കാൻ എത്രമാത്രം എനിക്ക് കഴിയുന്നുണ്ട്, അതിനനുസരിച്ച് എനിക്ക് മറ്റുള്ളവരുടെ സങ്കല്പങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. कहाँ तक संपूर्ण स्टेज के नज़दीक आए हैं उनकी परख इन बातों से अपने आप ही करनी है. സമ്പൂർണ്ണ സ്റ്റേജിൻ്റെ സമീപം എവിടം വരെ എത്തി എന്നുള്ളത് ഈ കാര്യങ്ങളിലൂടെ സ്വയം തന്നെ തിരിച്ചറിയാൻ കഴിയും. നമുക്ക് സ്വയം തന്നെ മനസ്സിലാക്കാൻ കഴിയും നമ്മൾ എത്രമാത്രം സമ്പൂർണ്ണതയുടെ അവസ്ഥയിലെത്തി, സമ്പൂർണ്ണ സ്റ്റേജിലെത്തി എന്ന്. യഹ് ഓൾറൗണ്ടർ ഗ്രൂപ്പ് ഹേ. ഇപ്പം ബാബു പറയാണ് ഇത് ഓൾറൗണ്ടർ ഗ്രൂപ്പാണ്. ഓൾറൗണ്ടർ കാ ലക്ഷ്യ ക്യാ ഹോത്താ ഹേ. ഓൾറൗണ്ടറിൻ്റെ ലക്ഷ്യം എന്താണ്? ലക്ഷൻ ഹേ ലേക്കിൻ ജോ ലക്ഷ്യ രക്കാ ഹേ വഹ് കുച്ച് ഔർ ആഗേ കാ രഖ്നാ ചാഹിയേ. അപ്പം ബാബു പറയാണ് ലക്ഷണമുണ്ട്, എന്നാൽ ലക്ഷ്യം ഏതാണോ വെച്ചിരിക്കുന്നത് അത് കുറച്ചുകൂടെ മുന്നിലേക്കുള്ളത് വെക്കണം. അബ് തക് ജോ പ്രാക്ടിക്കൽ മേ ഹേ ഉസ് ഹിസാബ് സേ കോൻ സേ രാജേ ഗിനെ ജായെങ്കി. ഇതുവരെയുള്ള പ്രാക്ടിക്കൽ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏത് രാജാവായിട്ട് നിങ്ങളെ അംഗീകരിക്കാൻ കഴിയും? അബി കെ സർവീസ് കെ സാക്ഷാത്കാർ പ്രമാൺ കോൺ സേ രാജേ ബനേങ്കെ. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനത്തിൻ്റെ സാക്ഷാത്കാരത്തിനനുസരിച്ച് ഏത് രാജാവാകും? പുരുഷാർത്ഥ സേ പദ് തോ സ്പഷ്ട ഹോ ഹി ജാത്താ ഹേ. പുരുഷാർത്ഥത്തിലൂടെ പദവി സ്പഷ്ടമാകുക തന്നെ ചെയ്യും. ഇപ്പം നമ്മൾ എത്രമാത്രം പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്, എത്രമാത്രം സേവനം ചെയ്യുന്നുണ്ട്, അതിൻ്റെ രണ്ടിൻ്റെയും കണക്കിൽ എങ്ങനെയുള്ള രാജാവാണ് ആകുന്നത് എന്നുള്ളത് സ്വയം മനസ്സിലാവും എന്ന് ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. भले सूर्यवंशी तो हैं लेकिन एक होते हैं विश्व के राजे, तो विश्व महाराजन के साथ अपने राज्य के राजे भी होते हैं.
ഇതൊന്നുണ്ട് സൂര്യവംശി. അപ്പം ബാബ പറയണ ഒന്ന് വിശ്വത്തിൻ്റെ രാജാവ്, പിന്നൊന്ന് വിശ്വമഹാരാജൻ. അപ്പോൾ വിശ്വമഹാരാജനോടൊപ്പം തൻ്റെ രാജ്യത്തിൻ്റെ രാജാക്കന്മാരും ഉണ്ടാവും. അബ് ബതാവോ ആപ് കോൺ സേ രാജേ ഹോ? ഇപ്പോൾ പറയൂ, നിങ്ങൾ ഏത് രാജാവാണ്? ശുരൂമേ ഖോൻ ആയെങ്കിൽ ആരംഭത്തിൽ ആര് വരും? विश्व के महाराजन बनना और विश्व महाराजन के नज़दीक संबंधी बनना, इसके लिए कौन सा साधन होता है? വിശ്വത്തിൻ്റെ മഹാരാജനാകുക, വിശ്വമഹാരാജൻ്റെ അടുത്ത ബന്ധുവാകുക, ഇതിനു വേണ്ടി ഏത് മാർഗമാണുള്ളത്? എന്ത് ചെയ്താൽ വിശ്വമഹാരാജനാകാം, അല്ലെങ്കിൽ വിശ്വമഹാരാജൻ്റെ അടുത്ത ബന്ധുവാകാം? അതാണ് ബാബ ചോദിക്കുന്നത്. വിശ്വ കാ കല്യാൺ തോ ഹോ ഹി ജായേഗ, വിശ്വത്തിൻ്റെ മംഗളം എന്തായിരുന്നാലും നടക്കും. ലേക്കിൻ വിശ്വ കെ മഹാരാജൻ ജോ ബന്നെ വാലേ ഹേ ഉനോങ്കി അഭി നിശാനി ക്യാ ഹോങ്കി? എന്നാൽ വിശ്വത്തിൻ്റെ മഹാരാജൻ ആകാൻ പോകുന്നവരുടെ ലക്ഷണം ഇപ്പോഴെന്തായിരിക്കും? യഹുബി ബ്രാഹ്മണോ കാ വിശ്വ ഹേ അർത്ഥാത് ചോട്ടാ സാ സംസാർ ഹേ. അപ്പോൾ ഇതും ബ്രാഹ്മണരുടെ വിശ്വമാണ്, അർത്ഥം ചെറിയൊരു ലോകമാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഗമയുഗം ബ്രാഹ്മണരുടെ ഒരു വിശ്വമാണ്, അതായത് ഒരു ചെറിയ ലോകമാണ്. അപ്പോൾ അതുകൊണ്ട് ബാബ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയുള്ള രാജാവാകും? तो जो विश्व महाराजन बनने हैं उनका इस विश्व अर्थात ब्राह्मण कुल की हर आत्मा के साथ संबंध होगा. ആരാണോ വിശ്വമഹാരാജൻ ആകുന്നത് അവർക്ക് ഈ വിശ്വം അർത്ഥം ബ്രാഹ്മണ കുലത്തിലെ ഓരോ ആത്മാവുമായിട്ട് ബന്ധമുണ്ടാകും. जो यहाँ इस छोटे से परिवार सर्व के संबंध में आएंगे वहाँ विश्व के महाराजन बनेंगे. അപ്പോൾ ആരാണോ ഇവിടെ ഈ ചെറിയ കുടുംബം, അതായത് ബ്രാഹ്മണ കുടുംബത്തിലെ സർവരുമായിട്ട് ബന്ധത്തിൽ വരുന്നത്, അവർ അവിടെ വിശ്വത്തിൻ്റെ മഹാരാജനാകും. അബ് ബതാവോ കോൺ സേ രാജേ ബനേങ്കെ? ഇപ്പോൾ പറയൂ, നിങ്ങൾ ഏത് രാജാവാകും? एक होते हैं जो स्वयं तख्त पर बैठेंगे और एक फिर ऐसे भी हैं जो तख्तनशीन बनने वालों के नज़दीक सहयोगी होंगे. അതായത് ഒന്നുണ്ട് സ്വയം സിംഹാസനത്തിലിരിക്കും, അടുത്തത് ആരാണോ സിംഹാസനസ്ഥരാകുന്നത് അവരുടെ സമീപ സഹയോഗിയായിരിക്കും. അപ്പം ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മുഴുവൻ വിശ്വമഹാരാജനാകുമോ അതോ വിശ്വമഹാരാജൻ്റെ അടുത്ത ബന്ധുവായിട്ട് വരുമോ? അപ്പോൾ അതിനുവേണ്ടി സംഗമത്തിൽ എന്ത് പ്രത്യേകതയാണ് അവരിൽ വേണ്ടത്, എന്ത് വിശേഷതയാണ് വേണ്ടത്? അപ്പോൾ ബാബ നമ്മളെ ഓർമ്മിപ്പിച്ചു, അതായത് ഈ ചെറിയ കുടുംബം, ബ്രാഹ്മണ കുടുംബത്തിൽ എല്ലാവരുമായിട്ട് ബന്ധമുണ്ട് എങ്കിൽ മനസ്സിലാക്കണം അവർ വിശ്വമഹാരാജനാകും. അപ്പോൾ ബാബ നമ്മോട് പറയുകയാണ്, ഏത് രാജാവ് നിങ്ങളാകും എന്ന് നിങ്ങൾ സ്വയം തന്നെ ചിന്തിച്ച് നോക്കൂ എന്ന്. ഓം ശാന്തി.